സന്തോഷ് ജോർജ് കുളങ്ങര. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ചോദ്യം ശരിയല്ലതിലോട്ട് സ്വാഗതം. ശരിയായ ചോദ്യം ചോദിച്ചാൽ മതി. അങ്ങനെ ശരിയായ ഒരു ചോദ്യം ഉണ്ടോ? പിന്നെ ചോദ്യങ്ങൾ ശരിയല്ലാതാവുമ്പോൾ ഉത്തരങ്ങളും ശരിയല്ലാതാവും. അതിലൊരു എതിരഭിപ്രായമുണ്ട്. ഉണ്ടോ? ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. ഒരു ചോദ്യം ചോദിക്കുന്നത് അറിയാനാണെങ്കിൽ, സത്യസന്ധമായി അറിയാനാണെങ്കിൽ ആ ചോദ്യം എപ്പോഴും ശരിയാണെന്നാണ് എന്റെ അഭിപ്രായം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ആണോ? ഭയങ്കര. അല്ല, നമ്മുടെ പരമ്പരാഗത ഒരു ചിന്തയായിരുന്നു ഒരു കൊനഷ്ട ചോദ്യം ചോദിച്ചെങ്കിലേ നമുക്ക് ശരിയായ ഉത്തരം കിട്ടുള്ളൂ എന്നുള്ളത്. അല്ല, മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. നിങ്ങൾ നിങ്ങളുടെ പ്രണയിക്കുന്ന സമയത്ത് കാമുകിയോട് സംസാരിക്കുമ്പോൾ കൊനഷ്ട ചോദ്യം ചോദിച്ചിട്ടല്ലല്ലോ അവളുടെ മനസ്സിലുള്ളത് നമ്മൾ അറിയുകയും നമ്മളെ മനസ്സിലുള്ളത് അവൾ അറിയുകയും ചെയ്യുന്നത്. ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നേരെ ചോദ്യം ചോദിക്കുകയും ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ശരിയായ ഉത്തരങ്ങൾ തരികയും ചെയ്യുന്ന ആളുകളായിരിക്കുന്നതാണ് സമൂഹത്തിന് എപ്പോഴും നല്ലത്. സന്തോഷായി, നല്ല സന്തോഷമായി. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. താങ്കൾ എന്നോടൊരു ശരിയായ ചോദ്യം ചോദിച്ചാലും എനിക്ക് തെറ്റായി തോന്നാം. ശരിയായ ചോദ്യത്തിന്റെ കുഴപ്പമല്ലല്ലോ, മനസ്സിലാക്കിയ ആളുടെ കുഴപ്പമല്ലേ? അല്ല പിന്നെ ഇതെന്താ അവമാനത്തിന്റെ പ്രശ്നം? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.